ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ചിക്കൻ വരട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. പാൻ അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ എണ്ണ ഒഴിച്ച് അതിലേക്ക് സവാള ആഡ് ചെയ്യാം. അല്പം ഉപ്പും കൂടെ സവാള നന്നായി വാടുന്നതിന് വേണ്ടി ഇട്ട് കൊടുക്കാം. 3-4 പച്ചമുളക് അതും കൂടെ അതിലേക്ക് ആഡ് ചെയ്യാം. ഇതെല്ലാം നന്നായി ഇളക്കി യോജിപ്പിക്കാം. സവാള എല്ലാം നന്നായി വാടുന്നതിന് വേണ്ടി അല്പനേരം ഒന്ന് അടച്ചു വയ്ക്കാം. സവാള എല്ലാം നന്നായി വാടി വരുമ്പോൾ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ആഡ് ചെയ്യാം. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് തക്കാളി കൂടി ആഡ് ചെയ്യാം. തക്കാളിയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതെല്ലാം നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കനും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പും അതിനൊപ്പം തന്നെ കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് എല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒന്ന് നമുക്ക് അടച്ച് വെച്ച് ചെറിയ തീയിൽ വേവിക്കാം. ഇതിൽ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ചിക്കനിലുള്ള വെള്ളത്തിലിരുന്ന് ആ ചിക്കൻ നന്നായി വെന്തുകൊള്ളും. ചിക്കൻ വേവുന്ന സമയം കൊണ്ട് നമുക്കതിലേക്ക് ആവശ്യമായ മസാലപ്പൊടി തയ്യാറാക്കാം. 2 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, ഇതെല്ലാം കൂടി അല്പം എണ്ണ ഒഴിച്ച് ഒന്ന് വറുത്തെടുക്കാം. കളറൊക്കെ ഒന്ന് ബ്രൗൺ കളർ ആവുന്നതിന് വേണ്ടിയാണ് എണ്ണ ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. വറുത്ത് വെച്ച മസാല ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ച് തുറന്ന് വെച്ച് തന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇതിൽ അല്പം പോലും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട. ഗരം മസാലപ്പൊടിയും കൂടെ ആഡ് ചെയ്യാം. ചെറിയ തീയിൽ വെച്ച് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇടയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ അല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ
നമുക്ക് ചിക്കൻ പെരട്ട് തയ്യാറാക്കാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ചപ്പാത്തിയുടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.